നിങ്ങൾക്ക് ഉദാഹരണക്കുറവുണ്ടെങ്കിൽ എല്ലാ ദിവസവും ബീട്രൂട്ട് കഴിച്ചാൽ മതിയോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ഉദാഹരണക്കുറവ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ഡയറ്റിനെ കുറിച്ചാണ്. ഉദാഹരണക്കുറവുള്ളവർ ഏത് തരത്തിലുള്ള ഗുളിക കഴിക്കണം, ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യണം, ഏത് തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കണം എന്നുള്ളത് അന്വേഷിക്കാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് അധികം ആൾക്കാരും ശ്രദ്ധിക്കാറില്ല. ഇന്നത്തെ വീഡിയോയുടെ വിഷയം അതാണ്. ബീട്രൂട്ടിലും ചീരയിലെല്ലാം നൈട്രേറ്റ്സിൻ്റെ അളവ് കൂടുതലാണ്. നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് കുറയ്ക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉദാഹരണക്കുറവ് എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഇറക്ഷൻ പ്രോബ്ലംസ് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിവുള്ള തരത്തിലുള്ള ഭക്ഷണങ്ങളും, അല്ലെങ്കിൽ ഓൾറെഡി ഒരാൾക്ക് ഉദാഹരണക്കുറവുണ്ടെങ്കിൽ ഉദാഹരണം കുറച്ചും കൂടി മികച്ചതാക്കാനും ഇംപ്രൂവ് ചെയ്യാനും എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, ഏതെല്ലാം ഭക്ഷണമാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം പറയാനുള്ളത് കുറച്ച് വൈറ്റമിൻസിനെ കുറിച്ചാണ്. ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ളത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാളും സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. സൺലൈറ്റ് സ്കിന്നിൽ തട്ടുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ തന്നെ വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കുന്നുണ്ട്. പക്ഷേ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങളും ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ളത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ്. ഡയറി പ്രൊഡക്ട്സിലും പോൾട്രി, അതായത് ചിക്കനിലും മുട്ടയിലും ഇതിലെല്ലാം വൈറ്റമിൻ ഡി നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 600 മുതൽ 800 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ് വൈറ്റമിൻ ഡി നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടാൻ ശ്രമിക്കേണ്ടത്. ഓൾറെഡി നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ 1000 യൂണിറ്റ്സിലും കൂടുതൽ കിട്ടേണ്ടതാണ്. ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഡി പ്രോപ്പർ ലെവലിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള എൻഡോത്തീലിയൽ ഫംഗ്ഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും. ടെസ്റ്റോസ്റ്ററോണും വൈറ്റമിൻ ഡിയും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇപ്പോൾ വൈറ്റമിൻ ഡിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇൻഡയറക്ട്ലി ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവും വർദ്ധിപ്പിക്കാൻ സാധിക്കും. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പ്രധാനപ്പെട്ടുള്ള സെക്സ് ഹോർമോണാണ്. രണ്ടാമത്തെ തരത്തിലുള്ള വൈറ്റമിൻസ് വൈറ്റമിൻ B12ഉം വൈറ്റമിൻ B9 അഥവാ ഫോളിക് ആസിഡാണ്. ഉദാഹരണം നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം. നൈട്രിക് ഓക്സൈഡ് കൂടുന്നതിനനുസരിച്ച് വാസോ ഡയലറ്റേഷൻ ഉണ്ടാവും, അതായത് രക്തക്കുഴൽ കുറച്ചും കൂടി വികസിക്കാൻ സാധിക്കും. ഇത് കൃത്യമായി നടക്കണമെങ്കിൽ വൈറ്റമിൻ B12ൻ്റെയും വൈറ്റമിൻ B9ൻ്റെയും അളവ് നോർമലായിരിക്കണം. ഇത്തരത്തിലുള്ള ഭക്ഷണം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലാണ്. പീനിസിലേക്കുള്ള നെർവ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ 2 വിറ്റാമിൻ്റെ അളവ് നോർമലായിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്ന ഓരോ വിറ്റാമിനും ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണത്തിലാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വൈറ്റമിൻസ് ആൻഡ് സപ്ലിമെൻറ്റ്സ് എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ്. മൂന്നാമത്തത് ഒരു മിനറലാണ്, സിങ്ക് ആണ്. സിങ്കിൻ്റെ അളവ് കൃത്യമായിട്ടുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനം പ്രോപ്പറായി നടക്കുകയുള്ളൂ. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാലും ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. സിങ്ക് പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് സീ ഫുഡിലും ഓയിസ്റ്റേഴ്സിലും പിന്നെ സീഡ്സിലാണ്. സീഡ്സിൽ എടുത്തു പറയാനുള്ളത് പംകിൻ സീഡ്സിനെ കുറിച്ചാണ്. പംകിൻ സീഡ്സിനെ കുറിച്ച് പറയുമ്പോൾ മെഗ്നീഷ്യത്തിനെ ഒഴിച്ചു നിർത്താൻ സാധിക്കില്ല. കാരണം പംകിൻ സീഡ്സിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ നാട്ടിൽ അധികം ആൾക്കാർക്കും മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നത് വളരെ കുറവാണ്. മെഗ്നീഷ്യം കാര്യമായിട്ടും അടങ്ങിയിട്ടുള്ളത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലാണ്. മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 150 ഗ്രാമെങ്കിലും പച്ചക്കറികളും ഇലക്കറികളും കഴിക്കേണ്ടതാണ്. എല്ലാ ദിവസവും പംകിൻ സീഡ്സ് കഴിക്കുന്നത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. അധിക ദിവസങ്ങളിലും ഫ്രഷ് ആയിട്ടുള്ള സാലഡ്സ് പ്രിപ്പയർ ചെയ്ത് അത് കഴിക്കാൻ ശ്രമിക്കുക. L-അർജിനിൻ ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനും നട്ട്സിലും ചില തരത്തിലുള്ള സീഡ്സിലും പിന്നെ മീറ്റ് പലതരത്തിലുള്ള ഇറച്ചിയിലുമാണ് അടങ്ങിയിട്ടുള്ളത്. L-അർജിനിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അധിക ദിവസം നമുക്ക് കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ച് പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നൈട്രിക് ഓക്സൈഡ് പ്രോപ്പർ ലെവലിൽ നിൽക്കുന്നതിനനുസരിച്ച് തന്നെ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് പ്രോട്ടീൻസിനെ കുറിച്ചാണ്. കേരളത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടുതലായിരിക്കും. പക്ഷേ പ്രോട്ടീൻ പേരിന് മാത്രം അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. 70 കിലോ വെയിറ്റ് ഉള്ള ഒരു പുരുഷന് ഏറ്റവും ചുരുങ്ങിയത് 70 ഗ്രാമെങ്കിലും പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ കിട്ടണമെന്നാണ്. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ദോശയും ഉച്ചയ്ക്ക് ചോറും വൈകിട്ടും ചോറൊക്കെ കഴിക്കുന്ന ഒരാൾക്ക് 20 ഗ്രാം പ്രോട്ടീനൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. ഭക്ഷണത്തിൽ കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഉദാഹരണക്കുറവുണ്ടാവുക. കാരണം പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മസിൽ മാസ് നിലനിർത്താൻ മാത്രമല്ല, ടെസ്റ്റോസ്റ്ററോൺ പോലത്തെ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനിലും പ്രോട്ടീന് പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ജോലി ഉള്ളതാണ്. പ്രോട്ടീൻ ആനിമൽ ഫുഡിലും ഉണ്ട്, പ്ലാന്റ് ബേസ്ഡ് ഫുഡിലും ഉണ്ട്. പക്ഷേ ക്വാളിറ്റി കൂടുതലുള്ള പ്രോട്ടീൻ മെയിൻലി ആനിമൽ ഫുഡിലാണുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് ലീൻ പ്രോട്ടീനാണ്. ചിക്കനിലും ഫിഷിലും എഗ്ഗിലും ഇതിലെല്ലാം നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും ഒരു 100 ഗ്രാമെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. എന്നാലേ 70 ഗ്രാമിൻ്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ് നോക്കുന്നതെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ, നട്ട്സിലും സീഡ്സിലും പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ തന്നെയാണ്. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം
ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫിലും മട്ടണിലും ഒക്കെയാണ് ഉള്ളത്. 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരിക്കൽ കഴിക്കാം. എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ തരത്തിലുള്ള ആനിമൽ ഫുഡ് തന്നെയാണ്. പ്രോസസ്ഡ് മീറ്റ്, അതായത് പാക്കറ്റിൽ കിട്ടുന്ന മീറ്റും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും കഴിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തിട്ടല്ല കഴിക്കേണ്ടത്. കറി വെച്ചിട്ടോ ബോയിൽ ചെയ്തിട്ടോ സ്റ്റീം ചെയ്തിട്ടോ കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ്. നമ്മളുടെ ഭക്ഷണത്തിൽ എത്ര കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് എനർജി കിട്ടുന്നത്. പക്ഷേ അധികം ആൾക്കാർക്കും കാർബോഹൈഡ്രേറ്റ്സ് എത്രയാണോ വേണ്ടത് അതിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലാണ് ഓരോ ദിവസവും കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതും. അങ്ങനെ എക്സ്ട്രാ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫാറ്റിന്റെ രൂപത്തിലാണ്. നമുക്ക് ആവശ്യമുള്ള ലെവലിൽ മാത്രം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലത്തെ പ്രശ്നങ്ങൾ വരുന്നത് പോലും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്ന പല സ്റ്റഡീസിലും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ബോഡി വെയിറ്റ് നോർമൽ റേഞ്ചിൽ നിലനിർത്തുന്നതും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫാക്ടറാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കേണ്ടത് ഭക്ഷണത്തിൽ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ട മിനിമം ലെവല് എന്തായാലും മറ്റു തരത്തിലുള്ള ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും. കാർബോഹൈഡ്രേറ്റ്സ് 0 ആക്കി കുറയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ദിവസം കഴിക്കേണ്ട കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് 100 ഗ്രാമിൻ്റെ താഴെ നിർത്തിയാൽ അത് മാത്രം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ പ്രോബ്ലംസ് മാറ്റാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഫാറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അധികം ആൾക്കാർക്കും കിട്ടുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള omega-6 ഫാറ്റി ആസിഡ്സ് ആണ്. നമുക്ക് കൂടുതലായിട്ടും ഇറക്ടൈൽ പ്രോബ്ലംസ് വരാതിരിക്കാൻ omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ അളവാണ് കൂട്ടേണ്ടത്. അതിന് ഒളിവ് ഓയിൽ നല്ലതാണ്, സാഫ്ലവർ ഓയിൽ നല്ലതാണ്. ഇത്തരത്തിലുള്ള ഓയിൽസ് വാങ്ങിക്കുന്ന സമയത്ത് റിഫൈൻഡ് ഓയിലിന് പകരം വെർജിൻ ഓയിൽസ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഓയിലുകളും നട്ട്സുമാണ് ഇറക്ഷൻ പ്രോബ്ലംസിന് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ട് പറയുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. അതായത് കോക്കനട്ട് ഓയിലിൻ്റെ അളവ് കുറയ്ക്കണം, ബട്ടറിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്, ഗീ ഉപയോഗിക്കുന്നത് കുറയ്ക്കേണ്ടതാണ്. ട്രാൻസ് ഫാറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ട്രാൻസ് ഫാറ്റ് മെയിൻലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കിട്ടുന്നത് പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണത്തിലാണ്. അത് ബേക്കറിയിൽ നിന്നും കിട്ടുന്ന ഭക്ഷണങ്ങളാവാം, ബിസ്ക്കറ്റ് ആവാം, ബ്രെഡ് ആവാം, മധുര പലഹാരങ്ങളാവാം. ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലൊക്കെയാണ് ട്രാൻസ് ഫാറ്റ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം പൊരിക്കുന്നത് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ട്രാൻസ് ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ അളവ് കൂട്ടാൻ നിങ്ങൾക്ക് omega-3 ഫിഷ് ഓയിൽ സപ്ലിമെന്റ്സ് കൊടുക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും കാണുക. മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കേണ്ടതാണ്. ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇലക്കറികളും പച്ചക്കറികളും. നമ്മളുടെ നാട്ടിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഭക്ഷണമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചീര ഉണ്ടോ എന്ന് നോക്കിയിരുന്നു, വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ചീരയിലും ബീട്രൂട്ടിലും നൈട്രേറ്റ്സിന്റെ അളവ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. നൈട്രേറ്റ്സ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഉദാഹരണത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല. ബീട്രൂട്ടിന്റെയും ചീരേന്റെയും കൂടെ എടുത്തു പറയേണ്ട മറ്റൊരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ എന്ന് പറയുന്നത് അരൂഗലയാണ്. അരൂഗല എന്ന് പറയുന്നത് എറിക്ക സെറ്റൈവ എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ മറ്റൊരു പേരാണ്. ഇത് കേരളത്തിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് ശരീരത്തിൽ ഉൽപ്പാദിക്കുന്ന നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി എത്ര നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും 450 മുതൽ 550 മില്ലിഗ്രാം നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കിട്ടണമെന്നാണ്. ഇത് ബന്ധപ്പെടുന്നതിന്റെ 2-3 മണിക്കൂർ മുമ്പെയാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഇത് കാരണം നൈട്രിക് ഓക്സൈഡിന്റെ ലെവൽ കൂട്ടാനും ഇറക്ഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുള്ളത് അരൂഗലയിലാണ്. അതിൽ ഓരോ 100 ഗ്രാമിലും 450 മില്ലിഗ്രാം നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബീട്രൂട്ടും ചീരയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 200 ഗ്രാം ബീട്രൂട്ട് അല്ലെങ്കിൽ 200 ഗ്രാം ചീര മാത്രം കഴിക്കേണ്ടി വരും. ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഇതുവരെ ചിലപ്പം ചീരയും ബീട്രൂട്ടും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ഡയറ്റിന്റെ ഭാഗമാക്കുന്നത് ഇറക്ഷന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് പറയാനുള്ളത് ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. ഫ്രൂട്ട്സിൽ ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിലും ആന്റി ഓക്സിഡൻസിന്റെ അളവ് കൂടുതലാണ്. പലതരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും ആണ് നമുക്ക് ഒരൊറ്റ ഫ്രൂട്ടിൽ നിന്നും മാത്രം കിട്ടുന്നത്. നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട് അത് ഏതാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം 100 മുതൽ 200 ഗ്രാം കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി പ്രമേഹം ഉണ്ടെങ്കിലും ഫ്രഷ് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ബെറീസിലും അനാറിലും എല്ലാം ആന്റി ഓക്സിഡൻസിന്റെ അളവ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കേണ്ടതാണ്. 2 to 3 liters ആണ് റെക്കമെൻഡഡ് റേഞ്ച് എന്ന് പറയുന്നത്. വെള്ളം കുടിക്കുന്നത് കുറയുന്നതിനനുസരിച്ച് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം, രക്തത്തിന്റെ വോളിയം, ബ്ലഡ് വോളിയം അത് കുറഞ്ഞു പോവാം. ബ്ലഡ് വോളിയം കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ എനർജി കുറയാം, ഇറക്ഷൻ പ്രോബ്ലംസ് കൂടുതൽ അനുഭവപ്പെടാം. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഫ്രൂട്ട്സും ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഇറക്ഷൻ പ്രോബ്ലംസിന് ഏറ്റവും മികച്ച ഡയറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡയറ്റ് ഇല്ല. ഓരോരുത്തർക്കും വേണ്ടത് പേഴ്സണലൈസ്ഡ് ചെയ്തിട്ടുള്ള ഡയറ്റാണ്. പക്ഷെ പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ്
മെഡിറ്ററേനിയൻ ഡയറ്റ് ആണ്. ഇതിൽ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് സ്ലോ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ബ്രൗൺ റൈസും ഹോൾ ഗ്രെയിൻസും ആണ് ഉപയോഗിക്കുന്നത്. പ്രോട്ടീൻസിന് വേണ്ടി മീറ്റിന് പകരം ഫിഷാണ് കൂടുതലും മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഉപയോഗിക്കാറ്. മെഡിറ്ററേനിയൻ ഡയറ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇതിനു മുമ്പേ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. ഇനി ഇറക്ഷൻ പ്രോബ്ലംസ് മാറ്റാൻ ഡയറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നിങ്ങളുടെ ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ശ്രദ്ധിക്കണം. പുകവലി നിർത്തണം, മദ്യപാനം കുറയ്ക്കേണ്ടതാണ്, കോഫീൻ്റെ അളവ് ഓരോ ദിവസം കുടിക്കുന്നത് കുറയ്ക്കേണ്ടതാണ്. കാർഡിയോവാസ്കുലർ എക്സസൈസും വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസസും നിങ്ങൾ ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ അതും തുടങ്ങേണ്ടതാണ്. ഇതെല്ലാം ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂറോളജിസ്റ്റിനെ കാണേണ്ടതാണ്. ഒരു യൂറോളജിസ്റ്റുമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി ചർച്ച ചെയ്യാൻ ഡോഫോഡിയിലുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലോ വാട്സാപ്പിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അധികം ആൾക്കാരും ഡോക്ടർമാരുടെ അടുത്ത് പോകുന്ന സമയത്ത് തുറന്ന് പറയാറില്ല. പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ പേര് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് തുറന്ന് പറയാൻ ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്, അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഉദാഹരണക്കുറവിനെ കുറിച്ചും സെക്ഷൽ ഹെൽത്തിനെ കുറിച്ചും ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.